السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. بسم الله العظيم القدرة والشان، شديد البأس والبرهان، حافظ الدين والقرآن. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله، سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أعوذ بالله السميع العليم من الشيطان الرجيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. إليك يا ربي قد وجهت حاجاتي وجدت بابك يا ربي برغباتي. أنت العليم بما يجري الضمير به، يا عالم الغيب علام الخفيات. أحياؤنا لا ترزقون بدرهم وبألف ألف ترزق الأموات. ഇസ്ലാം ശാന്തിയുടെ മതം എന്ന മഹത്തായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിൻ്റെയും ദി ലൈറ്റ് എക്സിബിഷൻ ഓൺ ഇസ്ലാം എന്ന നൂതന സംവിധാനത്തിൻ്റെയും പ്രചരണ ഭാഗമായി കൊണ്ട് കൊയിലാണ്ടി ശാഖ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ചതുർദിന സമ്മേളനത്തിലെ മൂന്നാം ദിവസത്തിൻ്റെ സമാപന ചടങ്ങിൽ ആത്മീയത ചൂഷണം, അബദ്ധവും അപകടവുമെന്ന വിഷയം ശ്രവിക്കുന്നതിന് വേണ്ടി ഈ സദസ്സിലും വേദിയിലും തിരക്കേറിയ ഈ അങ്ങാടിയുടെ ഓരങ്ങളിലും ഒത്തുകൂടിയിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, നല്ലവരായ ശ്രോതാക്കളെ, സന്നിധിയിൽ നിന്ന് മാനവർക്ക് വേണ്ടി അവതീർണമായ ദർശനമാണ് ഇസ്ലാം.
അതുകൊണ്ട് തന്നെ എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇഹലോകത്തും ശാശ്വതമായ പരലോകത്തും പൂർണ്ണമായ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ആത്മീയത, എന്തല്ല ആത്മീയത? ആത്മീയത അതിന്റെ അതിർവരമ്പുകൾ ഏതൊരു ആധാരത്തിലൂടെ നാം മനസ്സിലാക്കും. ആത്മീയതയുടെ മറവിൽ നിന്ന് നടക്കപ്പെടുന്ന ചൂഷണങ്ങൾ, അബദ്ധമായ വിശ്വാസങ്ങൾ, അത് ഇസ്ലാമുമായി ബന്ധമുണ്ടോ ഇല്ലേ? ആത്മീയതയുടെ മറവിൽ അജ്ഞരായ മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ ഏത് രൂപത്തിലൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്? ആ ചൂഷണത്തിന്റെ കണ്ണികളായി മാറുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഇഹത്തിലും പാരത്രിക ലോകത്തും വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പരിമിതമായ സമയത്തിൽ LCD ക്ലിപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കുവാനുള്ളത്. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പരാമർശിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് എത്തിയിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ്. ഇവിടെയുള്ള സകലമായ സൗകര്യങ്ങളും അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ സംവിധാനിച്ചത്? മനുഷ്യരെ കൃത്യമായ ഒരു റൂട്ടിലൂടെ ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ അഥവാ ആദം ഹവ്വ ദമ്പതിമാരെ, സഹോദരങ്ങളെ ഭൂമിയിലേക്ക് താൽക്കാലികമായി പറഞ്ഞയക്കുകയാണ്. താൽക്കാലികമായി പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൃത്യമായ ദിശാബോധം പടച്ചു തമ്പുരാൻ അതിന്റെ കൂടെ നൽകുകയാണ്. കാരണം എന്താണ്? ഇവിടെ നമ്മെ ഇങ്ങോട്ട് വിടുന്നത്, മനുഷ്യനെ ഇവിടെ തലമുറകളായി അല്ലാഹു തആല ജനിപ്പിച്ചു പരിപാലിക്കുന്നത് നാക്കാലികളെ പോലെ, പക്ഷിവർഗങ്ങളെ പോലെ, സസ്യലതാദികളെ പോലെ അങ്ങനെ ജീവിച്ച് ജീർണിച്ച് മണ്ണിന്റെ ഭാഗമായി മാറാനല്ല, മറിച്ച് അവരുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്ന ഒരു ലോകത്തേക്ക്, ഒരു വേദിയിലേക്ക് അവരെ കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ്. ലിയബ്ലുവകും, എന്നിട്ട് എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ സംവിധാനിച്ചത്? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി സൽക്കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ്. അവ സൽക്കർമ്മകാരികളായി ജീവിതത്തെ ധന്യമാക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ പരീക്ഷണാർത്ഥമായി അല്ലാഹു സൃഷ്ടിച്ച ഈ ദുനിയാവിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ ഇറങ്ങിപ്പോന്നപ്പോൾ പടച്ച തമ്പുരാൻ കൊടുത്തയച്ച ആത്മീയത, കൃത്യമായ ദീനുൽ ഇസ്ലാം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 38-ാമത്തെ ആയത്തിലൂടെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഹബിതു മിൻഹാ ജമിആ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോകണം. പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയാണ്. അതിനുള്ള ചില കാരണങ്ങൾ അവിടെ നടക്കുന്നു. അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ പോരുമ്പോൾ വെറും കൈയോട് കൂടിയല്ല നിങ്ങളെ വിടുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി തപ്പിത്തടഞ്ഞ്
പറഞ്ഞ് ജീവിച്ച് പ്രയാസം സഹിച്ചുകൊണ്ട് അങ്ങോട്ടെത്തണം എന്ന വാശിയല്ല പടച്ചവനുള്ളത്. മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കിതാ എന്റെ സന്നിധിയിൽ നിന്ന് ഒരു സാക്ഷാൽ മാർഗദർശനം വരുന്നതാണ്, വ്യക്തമായ ഒരു ഹിദായത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ അവരൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരില്ല, അവരൊരിക്കലും തന്നെ ഭയപ്പെടേണ്ടി വരില്ല. അപ്പൊ ഇരുട്ടിൽ തപ്പിത്തടയേണ്ടതില്ലാത്ത വിധം ഒരു വിഷയം നമ്മൾ സത്യം അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിൽ അവസാനം പരാജയപ്പെട്ട് നിരാശരായി തിരിച്ചു പോരേണ്ടതവസ്ഥ ഇസ്ലാം ദീനിലില്ല സഹോദരങ്ങളെ. കാരണം അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുമ്പോൾ ഇനി ഒരു വേദഗ്രന്ഥം അവതരിക്കേണ്ടതില്ലാത്ത വിധം, ഇനി ഒരു പ്രവാചകൻ അവതീർണമാകേണ്ടതില്ലാത്ത വിധം അല്ലാഹു തആല അതിനെ പൂർണ്ണമാക്കി കൊടുക്കുകയാണ്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുകും അലൽ മഹ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ ഒരു വെളിച്ചത്തിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിന്റെ രാവ് പകലിനോളം പ്രശോഭിതമാണ്. ഇതിൽ ഇരുട്ടില്ല സഹോദരങ്ങളെ, തപ്പിത്തടയേണ്ട ആവശ്യമില്ല ഇതില്. അതുകൊണ്ട് തന്നെ ആ അൽ ഹിദായ എന്ന സാക്ഷാൽ മാർഗദർശനം ഒന്നാമത്തെ മനുഷ്യനും പ്രവാചകനുമായ അവ്വലുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു തആല നൽകപ്പെട്ടു. മനുഷ്യരായ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആ അൽ ഹിദായ പിൻപറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിൽ ജനിച്ചിട്ടുള്ള വളർന്നിട്ടുള്ള മനുഷ്യകുലം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, ആ മഹത്തായ മൗലിക സന്ദേശത്തിൽ നിന്ന്, ആ അൽ ഹിദായ എന്ന സാക്ഷാൽ ദർശനത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോവുകയും പടച്ചതമ്പുരാന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു എന്ന് ഖുർആൻ നമുക്ക് വ്യക്തമായി ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൽപ്പിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ നിയമം എന്താണ്? വിശുദ്ധ ഖുർആൻ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്ത് 56-ാമത്തെ സൂക്തത്തിലൂടെ പഠിപ്പിച്ചു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. അപ്പൊ നമ്മുടെ അടിസ്ഥാനപരമായ ഡ്യൂട്ടി എന്താണ്? മനുഷ്യരായി പിറന്നവന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം എന്താണ്? അവന് വായുവും വെള്ളവും വെളിച്ചവും സകലവും നൽകിയവനെ സംവിധാനിച്ച പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക. എന്നാൽ നമുക്ക് ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് കൃത്യമായി മഹത്തായ സന്ദേശം ഏറ്റുവാങ്ങിയ ആദ്യ തലമുറയും അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 9 തലമുറ യാതൊരു തരത്തിലുള്ള വ്യതിയാനങ്ങൾക്കും വിധേയമാകാതെ അല്പം ചില അക്രമങ്ങളും അരാജകത്വങ്ങളും ശരീഅത്ത് വിരുദ്ധമായ ചില നടപടികളും അവരിലുണ്ടായി. അതെല്ലാം അവർക്കിടയിലുള്ള സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നു. 9 നൂറ്റാണ്ട് 9 തലമുറ സഹോദരങ്ങളെ, ആ മഹത്തായ മൗലിക സന്ദേശം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടുവാൻ അർഹനല്ലാഹു മാത്രം, മറ്റൊരു ഇലാഹില്ല എന്ന മഹത്തായ സന്ദേശം ജീവിതത്തിൽ സ്വീകരിച്ചു. പക്ഷേ പിന്നീട് അതിന് ശേഷം നമുക്കറിയാം റസൂലുള്ളവരെ ഏകദേശം 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. ആ പ്രവാചകന്മാർ വരാനുണ്ടായ അടിസ്ഥാന കാരണം എന്താണ്? അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ റഈസുൽ അംലാക്ക്, മഹാനായ പിന്നെ ഖുർആനിന്റെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഖുർആൻ വ്യാഖ്യാനത്തിന്റെ നേതാവെന്ന് പറഞ്ഞ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി കൊണ്ടതാ പറയുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 9 തലമുറ വളരെ കൃത്യമായി ഈ മാർഗം സ്വീകരിച്ചു. ശിർക്ക് ചെയ്യാതെ, ഒരിക്കലും തന്നെ പടച്ചവന് കോപമുള്ള പാപം ചെയ്യാതെ തൗഹീദിന്റെ ആ കൃത്യമായ സന്ദേശം നെഞ്ചിലേറ്റ് ജീവിച്ചു. പക്ഷേ ആ സമൂഹത്തില് ജീവിച്ച് സാലിഹീങ്ങളായി മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ആ
ആ മഹാന്മാരുടെ മരണത്തിന് ശേഷം പിന്നീട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരിലേക്ക് വന്നു, ആ സമൂഹത്തിലേക്ക് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മഹത്തായ വെളിച്ചം കിട്ടാൻ കാരണക്കാരായ ആളുകളാണ് നിങ്ങളുടെ പൂർവികർ. പോലെ ചരിത്രത്തിൽ അറിയപ്പെട്ട സാലിഹ്യങ്ങൾ, ആ ആളുകളെ നിങ്ങൾ ആരാധരിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് ഈ പാത കിട്ടാൻ എത്ര ത്യാഗം അവർ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഓർക്കേണ്ടേ, ഓർക്കുന്നതിന് വേണ്ടി അവരുടെ രൂപം കല്ലിൽ ഉണ്ടാക്കൂ എന്ന് ആദ്യമായി ഇബ്ലീസ് അവരോട് പ്രേരിപ്പിച്ചു. അതിന്റെ ഭാഗമായി അത് നല്ലൊരു ആശയമാണെന്ന് അവർക്ക് തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് സഹോദരങ്ങളെ അവര് ആ മഹാന്മാരായ ആളുകളുടെ രൂപം കല്ലിൽ കൊത്തി ഉണ്ടാക്കിയത്. ആരാധിക്കാനല്ല, പടച്ചവനിലേക്ക് അടുക്കാൻ വേണ്ടി മധ്യവർത്തികളായിട്ടല്ല, നേർച്ചകളും വഴിപാടുകളും ഈ പടപ്പുകൾക്ക് നൽകിക്കൊണ്ട് പടച്ചവനിൽ അകലാനല്ല, മറിച്ച് ആദ്യമായി അവർക്ക് പിശാച് നൽകിയ ദുർബോധനത്തിന്റെ പ്രേരണ എന്താണ്? മഹാന്മാരെ സ്മരിക്കാൻ, ഓർക്കാൻ. എന്നിട്ടാണ് ആ തരത്തിലുള്ള അവസ്ഥ കടന്നുപോയത്. അങ്ങനെ ആ തലമുറ അങ്ങനെ അങ്ങോട്ട് അവസാനിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് വന്ന പുതിയ തലമുറയിലേക്ക് ഇബ്ലീസ് കൊടുത്ത ദുർബോധനം രണ്ടാമത്തെ സ്റ്റെപ്പായിരുന്നു. ഘട്ടം ഘട്ടമായിട്ടാണ് അവൻ സമൂഹത്തെ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അടിമകളാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യമായി സ്മരിക്കാനും അവരെ ഓർക്കാനും അവരാണ് ഈ വെളിച്ചം നമുക്ക് നൽകിയത് എന്ന ഒരു പിന്നെ ബഹുമാനമുണ്ടാകാനും വേണ്ടിയാണെങ്കിൽ ആ തലമുറയ്ക്ക് ശേഷം പിന്നീട് പുതിയ തലമുറ വന്നപ്പോൾ ആ 10ാമത്തെ തലമുറയോട് ഇബ്ലീസ് ദുർബോധനം ചെയ്തത് എന്താണ്? പ്പെടണമെങ്കിൽ അവന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പവിത്രത ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ മഹാന്മാരെ ആദരിക്കണം, അതിലൂടെ അള്ളാഹുവിനെ കടിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ആ തലമുറ സഹോദരങ്ങളെ ആദം നബിയിൽ നിന്നും ഏറ്റുവാങ്ങിയ മൗലിക സന്ദേശത്തിന് ഒന്നാമതായി കത്തിവെച്ചു. അഥവാ മനുഷ്യന്റെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും പ്രപഞ്ച സിട്ടാവായ പടച്ചുതമ്പുരാനിലേക്ക് ഉയരണമെന്ന സന്ദേശത്തിൽ നിന്ന് ആദ്യമായി ഇബ്ലീസ് ആ തലമുറയെ വഴിതെറ്റിച്ചു. ഈ 5 വിഗ്രഹങ്ങളിലേക്ക് അത് പോകട്ടെ, ഈ 5 മഹാന്മാരിലേക്ക് അത് തിരിയട്ടെ എന്ന്. അങ്ങനെ ആദ്യമായ ആ സമുദായം ശിർക്ക് ചെയ്തപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം ആ സമുദായത്തിലേക്ക് അയച്ചത്. ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് ആ സമുദായത്തോട് പറഞ്ഞതെന്താ? പുത്തൻവാദമല്ല, മറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ആരാധിക്കേണ്ടത് അവനെ മാത്രമാണ് സമുദായമേ. സഹോദരങ്ങളെ, ആദം നബി കൊണ്ടുവന്ന ആദർശത്തിലേക്ക്, സ്വർഗത്തിൽ നല്ല കൊടുത്തയച്ച ഹിദായയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാരമ്പര്യം സ്വീകരിച്ച് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചു. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അങ്കുലി പരിമിതം വിശ്വസിച്ചു എന്നാണ്. എന്താണ് ഈ അങ്കുലി പരിമിതം? ഒരു 80 ആളുകൾ, അതിൽ താഴെ ആളുകൾ. ബാക്കി ഭൂരിപക്ഷവും ശിർക്കിൽ തന്നെ നിലനിന്നു, കിബറിൽ തന്നെ നിലനിന്നു, അഹങ്കാരത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ സംഹാരത്താണ്ഡവമാടി നൂഹ് നബിയെയും അനുയായികളെയും പീഡിപ്പിച്ചു. പുത്തൻവാദികളെന്ന് മുദ്രകുത്തപ്പെട്ടു. അവസാനം അല്ലാഹു ആ ന്യൂനപക്ഷത്തെ രക്ഷപ്പെടുത്തി ഭൂരിപക്ഷത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവരിൽ നിന്ന് സന്താനങ്ങളുണ്ടായി, തലമുറകളുണ്ടായി. വീണ്ടും ആ തലമുറക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്തായ പാതയിൽ നിന്ന് വഴിതെറ്റിച്ച ഇബ്ലീസിന്റെ പാതയിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ശിർക്ക് വീണ്ടും വന്നു. ആ സമയത്താണ് ഹൂദ് നബി വരുന്നത്. അവരിൽ നിന്ന് വീണ്ടും ന്യൂനപക്ഷത്തെ രക്ഷിച്ച് ഭൂരിപക്ഷത്തെ അല്ലാഹു നശിപ്പിച്ചു. അങ്ങനെ ആ ന്യൂനപക്ഷം തൗഹീദ് ഉൾക്കൊണ്ടവർ വീണ്ടും ശിർക്കിലേക്ക്, അവരിൽ നിന്ന് വീണ്ടും പ്രവാചകന്മാർ വന്നു. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ പ്രവാചക ശൃംഖല അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിലേക്ക് വരാനുണ്ടായ പശ്ചാത്തലമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. റസൂൽ എത്ര മധുരമായി പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്കും കടന്നുപോയ സകല അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഖൗല്, ഏറ്റവും വലിയ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? മനുഷ്യൻ അല്ലാഹു ഏൽപ്പിച്ച അവനെ മാത്രം ആരാധിക്കണമെന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ പടപ്പുകൾ ആരാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി
കൗമാരവും യുവത്വവും അതുപോലെ വാർദ്ധക്യവും ചെലവഴിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബവും സഹോദരങ്ങളെ പിന്നീട് കഅബാലയത്തിന്റെ ഉള്ളിൽ ആരാധിക്കപ്പെടുകയാണ്. വിഗ്രഹങ്ങൾ 360ഓളം കല്ലുകൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള കഅബാലയത്തിൽ നാട്ടപ്പെടുകയാണ്. റസൂലുള്ളാഹി വന്നു സഫാ കുന്നിൽ കയറി തൗഹീദ് പ്രഖ്യാപിച്ചു, പ്രവാചകത്വം പ്രഖ്യാപിച്ചു. ഭൂരിപക്ഷം ആളുകളും പ്രവാചകനെ നിന്ദിച്ചു, ആക്ഷേപിച്ചു, ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയമായി. എന്നാൽ നീണ്ട ഒരു 13-14 വർഷത്തെ കാലഘട്ടത്തിൽ മക്കായിൽ പിന്നീട് പരിശുദ്ധമായ ഇസ്ലാം ദീൻ മുന്നോട്ട് വെച്ച ഈ തൗഹീദ് ഉൾക്കൊള്ളുന്ന അവസ്ഥയുണ്ടായി. 4 നൂറ്റാണ്ട് കൊണ്ട് പരിശുദ്ധ ഇസ്ലാം തൗഹീദിലും സുന്നത്തിലും പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു. സത്യം വന്നു, അസത്യം തകർന്നു, അധർമ്മം തകരേണ്ടത് തന്നെയാണ് എന്ന ആഹ്വാനം കൃത്യമായി മുഴക്കുന്ന ഖുർആൻ ഓതിക്കൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധമായ മക്കയില് ആ മദീനയില് ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാട്ടപ്പെട്ടപ്പോൾ കല്ലുകളെയും മരവള്ളികളെയും ഈന്തപ്പന തടികളെയും കെട്ടിപ്പൊട്ടി ഖബറുകളെയും ആരാധിച്ചിരുന്ന സമുദായം പ്രപഞ്ച സിദ്ധാവിന്റെ മഹത്വം ഉൾക്കൊണ്ട് അവന്റെ സിഫത്തുകൾ ഉൾക്കൊണ്ട് അവന്റെ വക്കാലത്തിന് മുമ്പിൽ ഒതുങ്ങി ജീവിച്ച് നേർച്ചകളും വഴിപാടുകളും സ്തുതിപീഠനങ്ങളും സുജൂദുകളും അർപ്പണങ്ങളും പ്രപഞ്ചരക്ഷിതാവായ നാഥന് മാത്രം കൊടുക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് അങ്ങനെ അല്ല നാട്ടപ്പെട്ട കല്ലുകളും അതുപോലെ തന്നെ കെട്ടിവെച്ച ഖബറുകളും പൊളിച്ചു നീക്കാതെ വിട്ടുപോകരുത് അലിയെ എന്ന പ്രവാചകന്റെ ആഹ്വാനം നെഞ്ചിലേക്ക് മരുമകനും ഇസ്ലാമിന്റെ പടവാളായി വർത്തിച്ചിട്ടുള്ള മഹാനായ അലിയാരുത്തങ്ങള് ഖബറുകൾ പൊട്ടി നിരപ്പാക്കപ്പെട്ടു, നാട്ടപ്പെട്ട കല്ലുകൾ തട്ടിനിരത്തപ്പെട്ടു. സഹോദര, മാനസികമായ പരിവർത്തനത്തിലൂടെ ഒരു സമൂഹം മുഴുവൻ സംസ്കരിക്കപ്പെട്ടപ്പോഴാണ് അവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു ഖബറും നേർക്ക് നേരെ പോയി പൊളിക്കാത്തത്, ഒരു വിഗ്രഹത്തിലെ കല്ലും തകർക്കാത്തത്. എന്തുകൊണ്ട്? ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കാത്ത രാഷ്ട്രത്തിൽ നാവുകൊണ്ട് ബോധവൽക്കരണം കൊടുത്ത് ഒരു മനുഷ്യ സമൂഹത്തിന് മാനസികമായ സംസ്കരണത്തിലൂടെ ഏകദൈവ ആരാധനയും കൃത്യമായ പാരത്രിക ലോക വിശ്വാസവും അവർക്ക് നൽകുക വഴി സ്വയം അവർ തകർക്കപ്പെടും. അതാണ് മക്കയുടെ ചരിത്രം, അതാണ് മദീനയുടെ ചരിത്രം, അതാണ് തൗഹീദിന്റെ ചരിത്രം, അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ആ ചരിത്രത്തിന്റെ താളുകൾ സഹോദരങ്ങളെ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ തൗഹീദിൽ മുങ്ങിക്കുളിച്ച ഏറ്റവും നല്ല ഭയപ്പെട്ട ഒരു സമുദായം പടർന്ന് പന്തലിച്ചു എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൃത്യമായി മുസ്ലിം സമുദായത്തെ ഏൽപ്പിച്ചു. ഈ ഏകദൈവ ആരാധനയും ഈ കൃത്യമായ പ്രവാചകചര്യയും അതിൽ അള്ളിപ്പിടിച്ച, അതിലേക്ക് കടന്നു വരാൻ പാടില്ലാത്ത, അതിനെ കൃത്യമായി എതിർത്ത അന്ധവിശ്വാസങ്ങളും വേർതിരിച്ച് പഠിപ്പിച്ചത് ഉൾക്കൊണ്ട് ഇതറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട സമുദായമാണ് മുസ്ലിം സമുദായം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിനും ഇതുപോലെ പൂർവിക സമൂഹത്തിന് സംഭവിച്ച അപകടങ്ങൾ സംഭവിക്കുമെന്ന് പ്രവാചകൻ അല്ലാഹുവിൽ നിന്നുള്ള വഹീനാൽ പ്രവചിക്കുകയാണ്. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവ്യമല്ല. ഹത്താ ഇതുവരെ തൽഹഖ ഖബായിലും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ ഔസാൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ, ബഹുദൈവ ആരാധകരോട് സാമ്യപ്പെടാതെ ലോകാവസാനം സംഭവ്യമല്ല. എത്രത്തോളം അവർ കല്ലുകളെ വരെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഉമ്മത്ത് പുതിയ ചിന്താധാരകൾ തേടി അബദ്ധവിശ്വാസങ്ങളിലൂടെ നീങ്ങുന്നുണ്ട് എന്നത് പത്രകോളങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് വിളിച്ചോതി തരുന്നത് നാം ബോധ്യപ്പെട്ടവരാണ്. എന്നാൽ വിവിധ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നോക്കിക്കൊണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ആശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഈ കൊച്ചു കേരളത്തിൽ പോലും പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പ്രവചനം വ്യക്തമായി പുലർന്നു എന്നുള്ളതും മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം പണ്ഡിത വേഷധാരികളും അവരെ പിൻപറ്റുന്ന അനുയായികളും ഇപ്പോഴും ഈ ശിർക്കിലും ബഹുദൈവാരാധനയിലും അതിന്റെ അനാചാരങ്ങളിലും അമർന്നുപോയി എന്നുള്ളത് നമ്മൾ കൃത്യമായി കണ്ടു. അതിന്റെ ഭാഗമാണ് ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം. ഈ രൂപീകരണ കാലഘട്ടം മുതൽ ഈ സമയം വരെ ഇലാ യൗമുൽ ഖിയാമ വരെ നമുക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായത്തോട് പ്രത്യേകമായി, ഹൈന്ദവരോട് പ്രത്യേകമായി, മറ്റു മതസ്ഥരോട് പ്രത്യേകമായി പറയാനുള്ളത്, അതിലുപരി മുസ്ലിങ്ങളോട് തന്നെ പറയാനുള്ളത്, സമുദായമേ നിങ്ങൾ ശിർക്കിലകപ്പെട്ടു പോയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തലമുറക്ക് സംഭവിച്ചു പോയ
പോയ അപകടം ഘട്ടം ഘട്ടമായി ഓരോ ഉമ്മത്തിനും സംഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പരിവർത്തിച്ച ഒരു സമുദായത്തെ വാർത്തെടുത്തു എങ്കിൽ ഈ ഖുർആനിന്റെ സുന്നത്തിന്റെ അനുയായികൾക്ക് അത്തരത്തിലുള്ള ഒരു റിവേഴ്സ് ഗിയറിലേക്കുള്ള ഒരു യാത്ര പാടില്ല എന്നുള്ളതാണെങ്കിൽ അതുപോലും ഈ ഉമ്മത്തിൽ സംഭവിക്കും എന്നുള്ളത് പ്രവചിച്ചു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ബോധ്യമായ കാര്യമാണ്. സഹോദരങ്ങളെ, ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് തൊട്ടു കാണിക്കാവുന്ന ഖബറാരാധനകളും ഖബറിന്റെ സുജൂദുകളും അതുപോലെ തന്നെ ഖബറാളികളെ വിളിച്ചുകൊണ്ടുള്ള തേട്ടങ്ങളും അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച വഴിപാടുകളും നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ മാനവകുലത്തോട് വ്യക്തമായി പറഞ്ഞത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി തന്നു, ആകാശത്തെ പന്തൽ പോലെയാക്കി തന്നു, കാർമേഘ കീറികളിൽ മഴ വർഷിപ്പിച്ചു തന്നു. ഇങ്ങനെയുള്ള നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകുക വഴി ഉപജീവനം വിശാലമാക്കി തന്നു. അതുകൊണ്ട് ആ പടച്ച തമ്പുരാനിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പങ്കാളികളെ ചേർക്കരുത്. കാരണം അല്ലാഹു തആലക്ക് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും കോപമുള്ള പാപമേതാണ്? സഹോദരങ്ങളെ, വ്യഭിചാരത്തെക്കാൾ, കള്ളുകുടിയേക്കാൾ, പലിശയേക്കാൾ, ലോട്ടറിയേക്കാൾ, കൊലപാതകത്തെക്കാൾ, അഴിമതിയേക്കാൾ, അട്ടിമറിയേക്കാൾ അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള കോപമേതാണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന പാപമാണ്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസാ 116, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72, വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമർ 65, വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ തുടങ്ങിയ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശിർക്ക് ചെയ്തവർക്ക് നരകം ശാശ്വതമാണെന്നും സ്വർഗ്ഗം ഹറാമാണെന്നും അവരുടെ സകല അമലുകളും ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, അവരുടെ സൽക്രമങ്ങൾ ഓട്ടച്ചാക്കിൽ സാധനം നിറച്ച പോലെ അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്നും അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര, ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് റബ്ബ് നൽകിയ കണ്ണൊന്ന് നിവർത്തി പിടിച്ചുകൊണ്ട് കാതൊന്ന് കൂർപ്പിച്ചുകൊണ്ട് ആ സ്ക്രീനിലേക്ക് നീ ഒന്ന് നോക്കിക്കോ. ഈ ഇന്ത്യ രാജ്യത്ത് ഈ കേരളക്കരയിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ മുമ്പിൽ പോയി കമഴ്ന്ന് വീണ് അവിടെ തൊട്ട് മുത്തി മണത്ത് അവിടെ നക്കി സങ്കടങ്ങൾ പറയുവാൻ ആളുകളെ കൊണ്ടുപോകുന്ന ഖബർ പൂജ അഥവാ റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് പോലും ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ. അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിക്കട്ടെ. കാരണം അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ, മറ്റൊരു റിപ്പോർട്ടിൽ സാലിഹീങ്ങളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്ന ഖബറുകൾ കെട്ടിപ്പൊക്കുകയും അതിന്റെ മുകളിൽ പട്ടിട്ട് മൂടുകയും അവിടെ കുബ്ബകളും കവാലങ്ങളും ഉണ്ടാക്കുകയും നിലവിളക്കുകൾ ചാർത്തുകയും അവിടെ വന്ന് എണ്ണ കുടിക്കുകയും അവിടെ തിരികൊളുത്തുകയും അവിടെ സുജൂദിൽ വീണ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മജൂസികളുടെ സംസ്കാരമാണ്, ജൂത ക്രൈസ്തവരുടെ സംസ്കാരമാണ്. അത് ഖബർ പൂജയാണ്, യഥാർത്ഥ ഖബർ സിയാറത്തല്ല. അതാണ് ഇന്ന് ഈ മുസ്ലിം സമുദായത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചൂഷണം. അതിന്റെ അപകടം പാരത്രിക ലോകത്ത് സഹോദര നരകം, ഈ ലോകത്ത് സ്വസ്ഥത നഷ്ടപ്പെടൽ, അബദ്ധങ്ങൾ എത്രത്തോളം അതിലുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ആ രംഗത്തിലൂടെ വീക്ഷിക്കാവുന്നതാണ്. ഹൃദയം തുറന്ന് കണ്ണു തുറന്ന് ആത്മാർത്ഥതയോടെ കാണുക. അജ്മീരിലെ കവാടം ഇത് ബുലന്ദ് ദർവാസ. സുൽത്താൻ മഹ്മൂദ് ഖിൽജി പണി കഴിപ്പിച്ചതാണ് അജ്മീരിലെ കവാടം. ഇത് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. അജ്മീരിലെ മറ്റു പ്രധാന കെട്ടിടം സഹനൈ ചിരാഗ് അഥവാ വിളക്കുമന്ദിരം ആണ്. മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒരു മണ്ഡപമാണിത്. ഇതിന് നടുവിൽ സ്ഥാപിച്ച വിളക്ക് ഒരു പൂജാ വിഗ്രഹം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. യർ വസീർ ഹുസൈൻ ഷഹീദ് എന്ന രക്തസാക്ഷിയുടേതാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനകത്ത് ആളില്ലെന്നും ഷഹീദ് മറ്റൊരിടത്തേക്ക് മാറിക്കിടക്കുകയാണെന്നും പറയുന്നു. അജ്മീരിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടത്തെ വലിയ ചെമ്പുപാത്രങ്ങളാണ്. ഉറൂസ് ദിനങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ഇവ ബുലന്ദ് ദർവാസക്കടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവയിൽ കാണിക്ക അർപ്പിക്കുന്നതും പണവും മറ്റും നിക്ഷേപിക്കുന്നതും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് ഉപകരിക്കുമെന്നാണ് വിശ്വാസം. വലിയ ചെമ്പിൽ ഒരു ദിവസം 60,000-ഓളവും ചെറിയ ചെമ്പിൽ 25,000-ഓളവും രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഇവയെ ഭക്തിപൂർവ്വം വണങ്ങുന്നത് കാണാം. ഖാജ ഫരീദുദ്ദീൻ ചില്ല, ഷെയ്ഖ് റൂഹാനിയയുടെ ചില്ല, മുഈനുദ്ദീൻ ചിശ്തിയുടെ ചില്ല, കുത്തുബുദ്ദീൻ ഖത്തിയാരുടെ ചില്ല, ഖാജ കാനൂൻ സാഹിബിന്റെ ചില്ല എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്.
रोशनाई पड़ जाती है। ये निकाल लो आप, मजार का नहीं निकालना है हमको, मजार का तो एक भी नहीं निकालना है हमको। हाँ, हर की आमद बरदा रत खाली रफ गर्चे खाली बूद आज रोज़े अलस, जिसकी किस्मत में अल्लाह का तरीका ये है। जन्नत दरवाजा जो फ्रंट देखा था हमने, ये गेट खुलता है और सामने वाला गेट खुलता है, वो भी बना लो। सैयद साहब को भी निकालो, ये सैयद साहब है हमारे। കബറുകളുമായി ബന്ധപ്പെട്ട് നടമാടുന്ന അനിസ്ലാമികതകൾ എണ്ണമറ്റവയാണ്. മക്ബറകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നവരെയും സുജൂദ് ചെയ്യുന്നവരെയും ഇവിടെ എമ്പാടും കാണാം. ഹിന്ദുക്കൾ നിരവധി പേർ ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്നു. നവദമ്പതികൾ അജ്മീർ ദർഗയിൽ വന്ന് വഴിപാട് കഴിക്കുന്നു. ഇത് ദാമ്പത്യത്തിനും ദീർഘായുസിനും ഉപയുക്തമെന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നുണ്ട്. ഇവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഇവരെ കൊണ്ട് തങ്ങൾ നടത്തുന്ന ആചാര വൈകൃതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ആചരിപ്പിക്കുന്നതും കാണാം. जो वकील करोगे तो नाम से तारीख देगी यानी बुलाया जाएगा, तो हम यहाँ के वकील हैं, ये भी मवक्किल हो जाएंगे सरकार के दरबार के। आशी का खाजा, हम खादी में खाजा। हमारा काम है दुआ करना, इनका काम है सरकार में अर्पण करना। ये माथे पर आप लेंगे ഹൈന്ദവ വിശ്വാസികളെ കൊണ്ട് ഉളുവെടുപ്പിക്കുക, സുജൂദ് ചെയ്യിപ്പിക്കുക, തൊപ്പിധരിപ്പിക്കുക, പൂത്താലം ചുമപ്പിക്കുക, ഷിയാക്കളുടെ പ്രാർത്ഥനകൾ ഉച്ചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഈ ഖബർ പൂജാ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ആരാധനയാണ് പുഷ്പാർച്ചന. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി നേർച്ചയാക്കിയ ആയിരക്കണക്കിന് ഭക്തരാണ് ഒരു ദിവസം ഒഴുകിയെത്തുന്നത്. ഷിയ ആചാരപ്രകാരം ഇവിടെ നടമാടുന്ന ഒട്ടേറെ ആരാധനാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുഈനുദ്ദീൻ ചിശ്തിയുടെ പിന്മുറക്കാർ എന്നവകാശപ്പെടുന്നവർ തമ്മിൽ മത്സരിക്കുകയാണിവിടെ. ഷിയ വിശ്വാസങ്ങളും ആചാരങ്ങളും സുന്നി വിശ്വാസികളിൽ ഇന്ന് ഒട്ടേറെ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അപ്പൊ യഥാർത്ഥമായ വിശ്വാസം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിശ്വാസമാണ്. അച്ചു കഴിഞ്ഞവൻ ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര്, പുരോഹിതന്മാര് സമൂഹത്തോട് പറയുകയും ചെയ്തു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് സമുദായം അതാ ഇതുപോലെ കെട്ടിപ്പൊക്കിയ കബറുകളിലേക്ക് വരുന്നു. അന്യമത വിഭാഗത്തിലെ ആളുകൾ പോലും ഇസ്ലാമിന്റെ സുന്ദരമായ ഏകദൈവാരാധന എന്താണെന്ന് അറിയാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങളുടെ ഇത്തരത്തിലുള്ള സംസ്കാരം മലീമസപ്പെട്ടുപോയി. സഹോദരങ്ങളെ, യഥാർത്ഥത്തില് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്, നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൻ നഹ്ലിന്റെ 20-21 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഖുർആൻ പറഞ്ഞത് കേട്ടോ? മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ചില പിന്നെ ആത്മീയ ചൂഷകന്മാരായ നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അന്യമത വിഭാഗത്തിലെ സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിനെ അളക്കരുത്. അവരെ അന്ധമായി അനുകരിക്കുന്നവരെ, നിങ്ങൾ ഇസ്ലാം ഇതാണെന്ന് വിചാരിക്കരുത്. മറിച്ച് അതിന്റെ സ്രോതസ്സുകളിൽ നിന്നാണ്, അതിന്റെ കൃത്യമായ മൂലാധാരങ്ങളിൽ നിന്നാണ് നമ്മൾ ദീനിനെ പഠിക്കേണ്ടത്. അവിടെ വെച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ. അവര് അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർ യാതൊരു വസ്തുവിനെയും പടച്ചിട്ടില്ല. മാത്രമല്ല അവരൊക്കെ പടപ്പുകളാണ്. ജനങ്ങളെ,
ضرب مثل فاستمعوا ഇതാ ഇവിടെ ഒരു ഉദാഹരണം വിശദീകരിക്കുവാൻ പോവുകയാണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഖുർആൻ പറയുന്നു, നിങ്ങൾ ഇവിടെ വിവരിക്കുന്ന ഉപമ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ വലൗ ഇജ്തമഊ ലഹു വഇൻ യസ്ലുബൂഹും ദുബാബു ശൈആ ലാ യസ്തൻഖിദൂഹു മിൻഹു ضعف الطالب والمطلوب. അല്ലാഹു തആല ചിന്തിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവര്, ആരാധന അർപ്പിക്കുന്നവര്, കാണിക്ക സമർപ്പിക്കുന്നവര്, നേർച്ച വഴിപാടുകൾ കൊടുക്കുന്നവര്, നിങ്ങൾ വിളിച്ച് സത്യം ചെയ്യുന്നവര്, അത് കല്ല്, മുള്ളി, മുരട്, മൂർഖൻ പാമ്പ്, ആൽത്തറകൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, മഖബറുകൾ, അതുപോലെ തന്നെ ആൾ ദൈവങ്ങള്, ഏതൊക്കെ വസ്തുവാകട്ടെ വ്യക്തിയാകട്ടെ, അവര് ഒരു ഈച്ചയെപ്പോലും പടച്ചിട്ടില്ല. ഒരാൾ വേണ്ട, ഈ ആരാധിക്കപ്പെടുന്ന സകല ആളുകളും ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെപ്പോലും പടക്കാൻ അവർക്ക് സാധ്യമല്ല. പടച്ച തമ്പുരാൻ പടച്ച പ്രാണികളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ പ്രാണിയായ ഈച്ചയുണ്ടല്ലോ, അതിനെപ്പോലും പടക്കാൻ അവർക്ക് സാധ്യമല്ല. മാത്രമല്ല, ആ ജാറത്തിന്റെ മുന്നിൽ വെച്ച മൈസൂർ പഴത്തിൽ നിന്ന്, അതുമല്ലെങ്കിൽ വാഴപ്പഴത്തിൽ നിന്ന്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വെച്ച കാണിക്കയിൽ നിന്ന്, സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു വസ്തു, ഒരു നിവേദ വസ്തു കൊത്തിയെടുത്ത് ഈച്ച ഒന്ന് പാറിയാൽ, അല്ലെങ്കിൽ ജാറത്തിന്റെ മുന്നിൽ കുത്തിവെച്ച ചാണകപ്പട്ട എന്ന ചന്ദനത്തിരി തട്ടിമറിച്ചിട്ടാൽ അതുപോലും എടുത്തു വെക്കാൻ കഴിയാത്തവരാണവര്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെട്ടവനും